ഹലോ ഡിയർ നഴ്സിംഗ് ഓഫീസേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾ ആർ മെറിറ്റ്സ് ഓഫ് ലെക്ചർ മെത്തേഡ് എക്സെപ്റ്റ് എ എക്കണോമിക്കൽ, ബി സിംപ്ലിഫൈസ് വർക്ക്, സി ഇമ്പാർട്സ് ഫാക്ച്വൽ ഇൻഫർമേഷൻ, ഡി അലോസ് ഇൻഡിവിജ്വൽ പേസ് ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ലെക്ചർ മെത്തേഡിൻ്റെ ഒരു മെറിറ്റ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ആൻസർ ഈസ് അലോസ് ഇൻഡിവിജ്വൽ പേസ് ഓഫ് ലേണിംഗ്. ഇൻ ലെക്ചർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ദ പേസ് ഓഫ് ലെക്ചർ ഡസൻറ്റ് സ്യൂട്ട് ടു ഓൾ സ്റ്റുഡൻസ് ബിക്കോസ് എവറി സ്റ്റുഡൻസ് ഹാസ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ലെക്ചർ മെത്തേഡിൻ്റെ മെറിറ്റ്സിൽ വരാത്തത് അലോസ് ഇൻഡിവിജ്വൽ സ്പേസ് ഓഫ് ലേണിംഗ് ആണ്. അപ്പം എല്ലാ സ്റ്റുഡൻസിൻ്റെയും ലെവൽ ഡിഫറെൻ്റ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ പേസ് ഓഫ് ലേണിംഗ് നമുക്ക് ലെക്ചർ മെത്തേഡിൽ കാണാൻ സാധിക്കാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ് സ്ട്രാറ്റജി ഈസ് ഓൾസോ നോൺ ആസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ, ബി പ്രൊജക്ട്, സി ലെക്ചർ, ഡി ബ്രെയിൻ സ്റ്റോമിംഗ്. ഓട്ടോക്രാറ്റിക് ടീച്ചിങ് സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ലെക്ചർ. ലെക്ചർ മെത്തേഡിനെ നമ്മൾ ഓട്ടോക്രാറ്റിക് ആയിട്ടാണ് പറയുന്നത്. ലെക്ചർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് ഓട്ടോക്രാറ്റിക് ടൈപ്പ് ബിക്കോസ് ദർ ഈസ് ലെസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഇൻ ടീച്ചിങ് ആക്ടിവിറ്റി. ലെക്ചർ മെത്തേഡിൽ ടീച്ചേഴ്സ് ആണ് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പം അവരെ ഇൻവോൾവ്മെൻറ്റ് കുറവാണ്, ടീച്ചിങ് ആക്ടിവിറ്റിയിലുള്ള അവരെ ഇൻവോൾവ്മെൻറ്റ് കുറവാണ്. അപ്പം അവിടെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. കൂടുതൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ലെക്ചറർ സൈഡിൽ നിന്നാണ്, അതായത് ടീച്ചറുടെ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോക്രാറ്റിക് മെത്തേഡ് എന്ന് പറയാൻ പറ്റുന്നത് ലെക്ചർ മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് പ്രൊസീജിയർ NG ട്യൂബ് ഇൻസേർഷൻ? എ ലെക്ചർ മെത്തേഡ്, ബി ലെക്ചർ കം ഡിസ്കഷൻ, സി ഡെമോൺസ്ട്രേഷൻ, ഡി ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഡിസ്കഷൻ. NG ട്യൂബ് ഇൻസേർഷനിൽ ഏത് ടീച്ചിങ് മെത്തേഡാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? അല്ലെങ്കിൽ റൈൽസ് ട്യൂബ് ഫീഡിങ്ങിൽ, അല്ലെങ്കിൽ നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഫീഡിങ്ങിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസേർഷൻ NG ട്യൂബ് ഇൻസേർഷൻ്റെ സമയത്ത് നമുക്ക് ഏത് മെത്തേഡാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഡിസ്കഷൻ. നമ്മൾ റൈൽസ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ NG ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ലെക്ചർ പ്ലസ് ഡെമോൺസ്ട്രേഷൻ പ്ലസ് ഡിസ്കഷൻ, ഈ 3 മെത്തേഡും കൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. നമ്മൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, ഡിസ്കസ് ചെയ്യും കൂടെ വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോളോയിങ് ആർ ട്രൂ റിഗാർഡിംഗ് ലെക്ചർ മെത്തേഡ് എക്സെപ്റ്റ് എ ടൈം സേവിങ്, ബി ഈസിയർ ടു ക്രിയേറ്റ്, സി കമ്മ്യൂണിക്കേഷൻ ഈസ് ടു വേ, ഡി യൂസ്ഫുൾ ഫോർ ലാർജ് ഗാദറിംഗ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ഓഫ് ലെക്ചർ മെത്തേഡാണ്. അപ്പം ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടൈം സേവിങ് ആണ്, ഈസിയർ ടു ക്രിയേറ്റ്, നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, യൂസ്ഫുൾ ഫോർ ലാർജ് ഗാദറിങ്സ്, ഒരു വലിയ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ നമുക്ക് ലെക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് ടീച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ പെടാത്തത് അല്ലെങ്കിൽ നമ്മളെ ലെക്ചർ മെത്തേഡിൻ്റെ ഒരു മെറിറ്റ് അല്ലാത്തത് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു വേ എന്ന് പറയുന്ന ആ ഓപ്ഷനാണ്. ആൻസർ ഈസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു വേ. ലെക്ചർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് എ വൺ വേ മെത്തേഡ് ഇൻ വിച്ച് ടീച്ചർ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ടു എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അപ്പം നേരത്തെ പറഞ്ഞു ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. അവിടെ ഓട്ടോക്രാറ്റിക് മെത്തേഡ് കൂടിയാണ്. അതിൽ ടീച്ചറാണ് മെയിനായിട്ട് ഇൻഫർമേഷൻസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ടു വേ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിൽ വരാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മേജർ അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ആർ എ ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, ആക്റ്റീവ്, അനലിറ്റിക്, ബി ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, പർപ്പസീവ്, സിന്തറ്റിക്, സി ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, ഇനീഷ്യേറ്റീവ്, സിന്തറ്റിക്, ഡി ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, അനലിറ്റിക് and synthetic. The right answer is option D inductive, deductive, analytic, synthetic. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിൽ മെയിനായിട്ടും ഈ 4 അപ്രോച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഡിഡക്റ്റീവ് അപ്രോച്ച്, അനലിറ്റിക് അപ്രോച്ച്, സിന്തറ്റിക് അപ്രോച്ച്. പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചസ് ഈസ് യൂസ് ടു ട്രെയിൻ ദ മൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ബൈ confronting them with real problem and giving them the opportunity to solve them. മേജർ അപ്രോച്ചസിൽ ഫസ്റ്റ് ഇൻഡക്റ്റീവ് ആണ്. ഇൻഡക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ ഫസ്റ്റ് തന്നെ ഒരു ജനറൽ കൺക്ലൂഷൻസിലോട്ട് നമ്മൾ എത്തും.
ഒബ്സർവേഷൻസ് നടത്തും പർട്ടിക്കുലർ ഫാക്ട്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് എക്സാമ്പിൾസിനെ കുറിച്ചിട്ട്. അപ്പം ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ടു ജനറൽ ആസ്പെക്റ്റിലോട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് മെത്തേഡാണ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ. നമ്മൾ ജനറൽ ഫാക്ട്സ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പർട്ടിക്കുലറിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ടു കോൺക്രീറ്റ് എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. അപ്പം ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒബ്സർവേഷൻസിലോട്ട് എത്തും. നമ്മൾ കുറച്ച് ഒബ്സർവേഷൻസ് മെയ്ഡ് ചെയ്യും, അതിനുശേഷം നമ്മൾ അനാലിസിസിലോട്ടെത്തും, പിന്നെയാണ് നമ്മൾ അവിടെ ഒരു തിയറി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈ ഹാൻഡ് ഗോട്ട് ബേൺഡ് ഫ്രം എ ഹോട്ട് സ്റ്റൗ. അപ്പോൾ കയ്യിൽ ചൂട് തട്ടി, കയ്യിൽ പൊള്ളി. ഓക്കെ, ഓൾ സ്റ്റൗസ് ആർ വർക്കിംഗ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് പറയാണ് എല്ലാ സ്റ്റൗവും ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഷുഡ് ബി കെയർഫുൾ അറൗണ്ട് ദ സ്റ്റൗ. അതുകൊണ്ട് ഞാൻ സ്റ്റൗവിൻ്റെ അടുത്തോട്ട് പോകുമ്പം സൂക്ഷിക്കണം എന്നാണ് അവിടെ ലാസ്റ്റിലോട്ട് എത്തുന്ന തിയറി. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് അപ്രോച്ചിൽ ആദ്യം തന്നെ ഒബ്സർവേഷൻസിലൂടെ കടന്നു പോകുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു തിയറി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം കൈ ഒരു ഹോട്ട് സ്റ്റൗവിൽ തട്ടിയിട്ട് പൊള്ളി എന്ന് പറയുന്നു, അല്ലേ, ബേൺസ് വന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാ സ്റ്റൗ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ തിയറി ആയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു മനസ്സിൽ, ഐ ഷുഡ് ബി കെയർഫുൾ അറൗണ്ട് ദ സ്റ്റൗ, അല്ലേ, ഇനി സ്റ്റൗവിൻ്റെ അടുത്തോട്ട് പോകുമ്പം സൂക്ഷിക്കണം, അല്ലേ. അപ്പം ആ ഒരു കൺക്ലൂഷനിലോട്ട് എത്തും. അപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒബ്സർവേഷൻസ് തിയറിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്, അല്ലേ. അപ്പം ഇതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡക്റ്റീവ് റീസണിങ് ഈസ് ദാറ്റ് യൂസ് എ നമ്പർ ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾസ് ടു അറൈവ് അറ്റ് എ കൺക്ലൂഷൻസ്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസിലൂടെ കടന്നു പോകുന്നു, ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നു. വെൻ യു അസ്യൂം ആൻ ഒബ്സർവ്ഡ് പാറ്റേൺ വിൽ കണ്ടിന്യൂ, യു ആർ യൂസിങ് ഇൻഡക്റ്റീവ് റീസണിങ്. അടുത്തത് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഡിഡക്റ്റീവ് അപ്രോച്ചിൽ ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നു, ഒബ്സർവേഷൻസിലൂടെ പോകുന്നു, കൺക്ലൂഷനിലോട്ട് എത്തുന്നു. അപ്പം എക്സാമ്പിൾ പറയുന്നത് ഓൾ ഡാൻസേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് നിഹ ഈസ് എ ഡാൻസർ, നിഹ ഈസ് ബ്യൂട്ടിഫുൾ. എല്ലാ ഡാൻസേഴ്സും ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, നിഹ ഒരു ഡാൻസറാണ്, അതുകൊണ്ട് നിഹയും ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുമ്പോൾ ഒരു ഐഡിയയിലോട്ട് എത്തുന്നു, ഐഡിയയിൽ നിന്ന് ഒബ്സർവേഷനിലോട്ട് പോകുന്നു, ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലോട്ട് പോകുന്നു. അപ്പോൾ ഡിഡക്റ്റീവ് അപ്രോച്ചിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അടുത്തത് അനലിറ്റിക്, പ്രോസസ് ഓഫ് അൺഫോൾഡിങ് ഓഫ് പ്രോബ്ലം ടു നോ ഇറ്റ്സ് ഹിഡൻ ഫാക്ട്സ്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസിനെ ഇവിടെ അൺഫോൾഡ് ചെയ്യുന്നു ഹിഡൻ ഫാക്ട്സിനെ അറിയാൻ വേണ്ടിയിട്ട്. സിന്തറ്റിക് മെത്തേഡ്, പ്രോസസ് ഓഫ് പുട്ടിങ് നോൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ടുഗദർ ടു റീച്ച് പോയിന്റ് വേർ അൺനോൺ ഇൻഫർമേഷൻ ബിക്കംസ് ഒബ്വിയസ്. അപ്പം നമുക്ക് ഇവിടെ അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് നോൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ലാസ്റ്റ് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനിലോട്ട് എത്തുന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളിലോട്ടാണ് ഇവിടെ നമ്മൾ അറിയാത്ത കാര്യങ്ങളിലോട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് പോകുന്നത്. അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു, നോൺ ഇൻഫർമേഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അൺനോൺ ആയിട്ടുള്ള ഇൻഫർമേഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which teaching method would be most appropriate to teach to a group of women to change their attitude towards female child? A. Discussion, B. Role play, C. Symposium, D. Lecture. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഫീമെയിൽ ചൈൽഡിനോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വിമണിന് ഏത് ടീച്ചിങ് മെത്തേഡ് കൊടുത്താലായിരിക്കും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആവുന്നത്. A. Discussion, B. Role play, C. Symposium, D. Lecture. The answer is B. Role play. ഇപ്പോൾ റോൾ പ്ലേയിലൂടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുറച്ചും കൂടെ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ടു എഡ്യൂക്കേറ്റ് ഇലിറ്ററേറ്റ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. A. Panel discussion, B. Demonstration, C. Workshop, D. Role play. ഇപ്പം നമ്മൾ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള മെത്തേഡ് ഏതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റോൾ പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പം അവർക്കൊരു റോൾ പ്ലേ വഴി കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മളൊരു പാനൽ ഡിസ്കഷൻ നടത്തിയിട്ടോ ഒരു ഡിസ്കഷനോ ഒരു ഡെമോൺസ്ട്രേഷനോ ഒരു വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നതിനെക്കാട്ടും കൂടുതൽ എഫക്റ്റീവായിരിക്കും റോൾ പ്ലേ വഴി നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. The next question is an educational technique in which pupils spontaneously act out problems of human relations is known as A. Group discussion, B. Role play, C. Puppet show, D. Symposium.
The right answer is option B, role play. Next question is the teaching which is presented in a dramatical way known as A, puppet show, role play, C, simulation, D, symposium. അപ്പോൾ നമുക്കൊരു ഡ്രമാറ്റിക്കൽ വേയിൽ അല്ലെങ്കിൽ നമുക്കൊരു ഡ്രാമ പോലെയൊക്കെ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടീച്ചിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് റോൾ പ്ലേ. അപ്പോൾ നമുക്ക് റോൾ പ്ലേയിൽ ഒരു നാടകം പോലെ അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ നമുക്ക് പ്ലേ ചെയ്തിട്ട് അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ടെക്നിക് ഓർ ഡിവൈസ് ദാറ്റ് അറ്റംപ്റ്റ്സ് ടു ക്രിയേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിയൽ വേൾഡ് ഈസ് നോൺ ആസ് എ, ഡെമോൺസ്ട്രേഷൻ, ബി, മോഡൽ, സി, സിമുലേഷൻ, ഡി, ഡിസ്കഷൻ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ടെക്നിക് ഓർ ഡിവൈസ് ദാറ്റ് അറ്റംപ്റ്റ്സ് ടു ക്രിയേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിയൽ വേൾഡ്, അല്ലെ റിയൽ വേൾഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ നമുക്കത് ക്യാരക്ടറിസ്റ്റിക്സ് പോലെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് സിമുലേഷനാണ്. അപ്പോൾ സിമുലേഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സിമുലേഷനാണ്. സിമുലേഷൻ മീൻസ് റീപ്രൊഡക്ഷൻ ഓഫ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതുവഴി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സിമുലേഷനിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ നഴ്സിംഗ് പീരീഡിലൊക്കെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെ ലാബിലൊക്കെ ആണെങ്കിലും ഡമ്മി പേഷ്യൻ്റ് ഉണ്ടാവും അല്ലേ. അപ്പം ആ നമ്മൾ സബ്ക്യൂട്ടൈനസ് ഇഞ്ചെക്ഷൻസ്, ഇൻട്രാമസ്കുലാർ ഇഞ്ചെക്ഷൻസ്, IV ഒക്കെ നമ്മൾ ഫസ്റ്റ് ഡെമോ ചെയ്ത് കാണിക്കുന്നത് ആ ഒരു ഡമ്മിയിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡമ്മിയെ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് പ്രൊസീജിയേഴ്സ് കാണിച്ചു കൊടുക്കുന്നു അല്ലേ. അപ്പം എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൂയിങ് എ പ്രൊസീജിയർ ഓൺ ഡമ്മി മോഡൽ ആസ് എ റിയൽ പേഷ്യൻ്റ്, നമ്മൾ ഇഞ്ചെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ NG ട്യൂബ് ഇൻസേർഷനൊക്കെ നമ്മൾ സിമുലേഷൻ വഴിയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സിമുലേഷൻ റിലേറ്റ്സ് ടു എ, റിയൽ സിറ്റുവേഷൻ, ബി, പ്ലാൻ സിറ്റുവേഷൻ, സി, കമ്മ്യൂണിറ്റി സിറ്റുവേഷൻ, ഡി, ക്ലാസ് റൂം സിറ്റുവേഷൻ. അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു സിമുലേഷൻ എന്താണെന്നുള്ളത്. സിമുലേഷൻ റിലേറ്റ്സ് ടു ഓപ്ഷൻ എ, റിയൽ സിറ്റുവേഷൻ.